അപ്പോൾ ഒരു പച്ച തുണി കിടപ്പുണ്ട്. ഈ പച്ച തുണിയുടെ അപ്പുറത്ത് ലോഹിയുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. ഞാനവിടെ പെയിൻറ് ചെയ്തു, താഴേക്ക് വീണു. ഞാനൊരു മധുര പിടിച്ചിങ്ങനെ നിന്ന് എഴുകി താഴെ പോയി. എൻ്റെ ഫോണിലേക്കൊരു കോൾ വരുന്നു. അത് വിളിക്കുന്നത് ബി ഉണ്ണികൃഷ്ണനാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു, ശിവച്ചായ ലോഹിയുടെ എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല. ഇല്ല, അദ്ദേഹം പോയി എന്നൊരു വാർത്ത വരുന്നു എന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത കോള് കമ്മലിൻ്റെയാണ്. സിബി ലോഹിയുടെ അറിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കൊരു ഉള്ളിൽ ആദ്യം ഒരാതണി വണ്ടിയിലൊന്ന് ഉറക്ക കരഞ്ഞു. എനിക്ക് റോഡൊന്നും കാണുന്നില്ല. ആ അവസാന കഥ കേൾക്കാൻ പറ്റും. 30-ാം തീയതി ഉണ്ടായിരുന്നെങ്കിൽ, ലോഹി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ലോഹി പറയാൻ ബാക്കി വെച്ച ആ കഥ ഏതാണെന്നുള്ളതാണ് എൻ്റെ ഉള്ളിൽ എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ കഥ ഇല്ലാതായി തീർന്നില്ല. ലോഹിയോടുകൂടി ആ കഥ അസ്തമിച്ചു പോയില്ലേ? അതെന്തായിരിക്കും ആ കഥ? ഒരുപക്ഷെ മലയാളത്തിലുണ്ടാകുന്ന ഏറ്റവും മികച്ച ലോഹി സിബി കൂട്ടുകാട്ടിലൊരു സിനിമ എഴുതിയിരിക്കുന്നത്. അത് സംഭവിക്കാതെ പോയി. അന്ന് ലോഹി എൻ്റെ അടുത്ത് മുമ്പിൽ ഒരു കുമ്പസാരം നടത്തി. എൻ്റെ അടുത്ത് പറഞ്ഞ്, നമ്മൾ തമ്മിൽ പടം ചെയ്യാതിരുന്നത് എൻ്റെ വീഴ്ചകളുണ്ട് അതിനകത്ത്. അത് ഞാനല്ല, പലരും എന്നെ അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മളെ തമ്മിൽ. ഞാനതിൽ വീണുപോയിരുന്നു. ഒരു ഡയറക്ടറുടെ പേര് പറഞ്ഞു, അദ്ദേഹമാണ് എന്നെ നിങ്ങളിലേക്ക് എത്തിക്കാതിരുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ വല്ലാതെ ചൂഷണം ചെയ്തു. പ്രഗത്ഭനായ സംവിധായകനാണ്. അതെ. ഒരു ദുരന്തത്തിൻ്റെ അനോട്ടമി ഏതു വിധത്തിലായിരിക്കണമെന്ന് മലയാള സിനിമയെ പഠിപ്പിച്ച സിനിമ കൂടിയാണ് കിരീടം. കിരീടം റിലീസിന് ഒരുങ്ങുന്നു. സംവിധായകൻ സിബി മലയിലാണ് ചേരുന്നത്. നമസ്കാരം. കിരീടം ഉണ്ടായതിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് ലോഹിദാസിൻ്റെ 1-2 കഥകൾ പ്രചരിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പം ചാലക്കുടിയിൽ ഒരു ആശേരി ഉണ്ടായിരുന്നെന്നും അയാൾ കള്ള് ഷാപ്പിൽ നിന്ന് കള്ള് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു ചട്ടമ്പി വന്ന് ഇദ്ദേഹത്തിൻ്റെ കള്ളും കൂടെ എടുത്ത് കുടിച്ചപ്പോൾ ആ ദേഷ്യത്തിൽ ഈ ആശേരി ചട്ടമ്പി അടിച്ചു. ചട്ടമ്പി നിലംപതിച്ച് വീണു. പിറ്റത്തെ ദിവസം തൊട്ടിട്ട് ഇയാളെ ഗുണ്ടയായിട്ട് ഈ ആശേരി ഗുണ്ടയായിട്ട് കാണുന്നത് കണ്ട് പേടിച്ചിട്ട് ഈ ആശേരി കുടുംബവുമായി നാട് വിട്ടു. ചാലക്കുടിയിലൊരു ആശേരി. അതാണ് ഒരു കഥ എന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് ഒരു ഗുണ്ട ഈ ഷേവ് ചെയ്യാൻ വന്നിരുന്നപ്പോൾ കത്തി ബാർബർ കൈ വെച്ചപ്പോൾ ഗുണ്ട പെട്ടെന്ന് പേടിച്ചു. അത് കണ്ടിട്ടാണ് ലോഹിദാസ് ഈ കഥ എഴുതിയതെന്നും പറയുന്നുണ്ട്. ഇതിലേതാ ശരിക്കുള്ള പ്രോപ്പർ ഇൻസ്പിറേഷൻ? അല്ലെങ്കിൽ ഇത് രണ്ടിലും കഥയുണ്ടോ? ഇത് രണ്ടും പറഞ്ഞു കേട്ട കഥകൾ മാത്രമാണ്. ഞാൻ കേട്ടിട്ടില്ല. ലോഹി എൻ്റെ അടുത്ത് അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടില്ല. ലോഹികൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആ സമയത്ത് ചാലക്കുടി ഭാഗത്തൊക്കെ ഒരുപാട് ഗുണ്ടകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാളെ ആണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഈ ആശാരിയുടെ കഥ അറിയാം. ഈ ആശാരി ജയിലിൽ പോയിട്ട് ഈ ലോഹിയെ കാണാൻ വരാറുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ. കാരണം അയാളുടെ ഉള്ളി വെച്ച് ഇയാളെ കുത്തി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ഇത്ര ഭീകരനെന്നൊക്കെ അറിയുന്നത്. അപ്പം അയാൾ അവിടുന്ന് പിന്നെ നാട് വിടുകയും പിന്നെ ജയിലിൽ പോവുക എന്തൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു വേഗ കഥ എനിക്കറിയുള്ളൂ. പക്ഷേ ഈ കഥയിലേക്ക് എത്താൻ കാരണം അതൊന്നുമില്ല. നമ്മൾ ഈ കഥ ചെയ്യണമെന്ന് അന്നൊന്നും തീരുമാനിച്ചിരുന്നില്ല. നമ്മൾ തനിയാവർത്തനം, ഞങ്ങൾ രണ്ടും കൂടെ ആദ്യം ചെയ്ത സിനിമ തനിയാവർത്തനമാണ്. ഈ തനിയാവർത്തനം റിലീസ് ചെയ്ത ദിവസം ഞങ്ങളിവിടെ എറണാകുളത്ത് തിയേറ്ററിൽ പോയി ആ സിനിമ കണ്ടു, നൂൺ ഷോ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇവിടെ തന്നെ ഈ BTH ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. അന്ന് അതിൻ്റെ ഫസ്റ്റ് ഷോ കണ്ട ശേഷം ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഞങ്ങളെ കാണാൻ വേണ്ടി അവിടെ വന്നു. അപ്പോൾ ചുള്ളിക്കാട് പടം കണ്ടതിന് ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മളോട് ഷെയർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചുള്ളി പറഞ്ഞു, എൻ്റെ കയ്യിലൊരു കഥയുണ്ട്, അതിപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടും കൂടെ ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ആ കഥ പറഞ്ഞു. അത് ഒരു വീണുപോയ ഗുണ്ടയുടെ കഥയാണ്. കുതികാലിന് വെട്ട് കിട്ടിയിട്ട് നടക്കാൻ പറ്റാതെ വീണുപോയ ഒരു ഗുണ്ടയുടെ, വലിയ പ്രതാപത്തിൽ ജീവിച്ചൊരു ഗുണ്ട വീണുപോയി. അയാളുടെ കഥയാണ്. അയാളുടെ വീഴ്ചയ്ക്ക് ശേഷമുള്ള കഥയാണ്. അപ്പോൾ ആ കഥ കേട്ട് ഞങ്ങൾ നോക്കട്ടെ എപ്പോഴെങ്കിലും നമുക്ക് നോക്കാതൊക്കെപ്പോഴേക്കും വിട്ടു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതേ ഞാൻ വേറൊരു ഡയറക്ടർ ഈ കഥ മുമ്പേ പറഞ്ഞിരുന്നു, ഇപ്പോൾ അയാളത് സിനിമയാക്കാവുന്ന ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു പോയില്ലേ, തിരിച്ച് ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ലോഹിയോട് ചോദിക്കട്ടെ, ലോഹിനെ അതെല്ലാം വർക്ക് ചെയ്തൊന്നും അറിയത്തില്ല, ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലോഹിയെ വിളിച്ച് ചോദിച്ചപ്പോൾ ലോഹി പറഞ്ഞു, അത് പൊക്കോട്ടെ, നമ്മുടെ കഥ അതല്ലല്ലോ, അത് വീണ ഗുണ്ടകളുടെ കഥയല്ലേ, നമ്മളിത് വാഴാൻ പോകുന്ന ഗുണ്ടയുടെ കഥയാണ് പറയാൻ പോണേ, അത് വേണ്ട, അത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തു. പക്ഷേ എങ്കിൽ പോലും ലോഹി പറഞ്ഞു, നമുക്ക് ആ സിനിമ ഇറങ്ങുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഈ കഥയിലേക്ക് കയറിയാൽ മതി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വേറെ എഴുതാപ്പുറങ്ങളും വേറെ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ ഊഴം എന്നാണ് സിനിമയുടെ പേര്. ഹരികുമാർ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. അത് ഇറങ്ങിയ ദിവസം ഞങ്ങൾ രണ്ടും കൂടെ തന്നെ ഇവിടെ ഈ എറണാകുളത്ത് തിയേറ്ററിൽ പോയി ആ സിനിമ കണ്ടു. അപ്പോൾ നമ്മുടെ സിനിമയായിട്ട് യാതൊരു ഒരു സാമ്യമില്ലാത്തൊരു കഥ. അത് ദേവനും പാർവതിയൊക്കെ അതിനകത്ത് നായിക തന്നെ. അപ്പോൾ അത് നമ്മളെ സംബന്ധം അല്ല, അതിലേതെങ്കിലും സീൻ നമ്മൾ എഴുതി വരുമ്പോൾ അതിന് സാമ്യം തോന്നണ്ടെന്നൊക്കെ വെച്ചിട്ടാണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ അതുമായിട്ട് ഒരു ബന്ധമില്ല നമ്മുടെ കഥയ്ക്ക്. അപ്പോൾ പിന്നെ ഈ കഥ ഇങ്ങനെ ലോഹി ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ കാണുമ്പോഴൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കും. ഈ കഥയുടെ ഒരു വളർച്ച, ലോഹിയുടെ വളർന്നു വരുന്നത് ഇങ്ങനെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഒരു പൂർണ്ണ രൂപമായി, കഥാരൂപമായി കഴിഞ്ഞിട്ടാണ് നമ്മളിത്. ആ സമയത്താണ് ഈ പ്രൊഡ്യൂസർമാർ ഇങ്ങനെ കഥ അന്വേഷിച്ച് ഞങ്ങളെ വെച്ചൊരു സിനിമ ചെയ്യാൻ വേണ്ടി, ഞങ്ങളെ രണ്ടുപേരും വെച്ചൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രൊഡ്യൂസർമാർ ഇവരെത്തുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അപ്പോൾ അവർക്ക് ലാലിൻ്റെ ഡേറ്റ് കിട്ടും. അതാണ് അവർ ലാലിനെ നായകനാക്കിയുള്ള സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് എത്തുന്നില്ല. ലാലിന് ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ സൗഹൃദം കൊണ്ട് ലാലിനടുത്ത് പോയി ഒരു കഥ പറഞ്ഞാൽ ഡേറ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതാണ് കഥ. ലാലിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിൽ കഥ ആദ്യം തൊട്ട് ലാലാണ് ഈ കഥ ചെയ്യേണ്ടത്, ഈ കഥാപാത്രം ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ, അപ്പോൾ ലാലിനെ വെച്ചൊരു പ്രോജക്റ്റ് ആ സമയത്ത് നമ്മുടെ മുമ്പിൽ വേറെ ആരും കൊണ്ടൊന്നുമില്ല, ഇവരാണ് എത്തിയത്. അപ്പോൾ പിന്നെ ആ കഥ ലാലിൻ്റെ അടുത്ത് പിന്നെ പറയാൻ ചെന്നു. പറയുമ്പോഴത്തേക്കും എഴുതിയിട്ടില്ല, പക്ഷേ പൂർണ്ണമായിട്ടും ലോഹി അത് ഓറലായിട്ട് അത് ലാലിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തു. അങ്ങനെ ലാലത് ചെയ്യാമെന്ന് പറയുന്നു. അതിനുശേഷമാണ് ലാൽ പറഞ്ഞപ്പോൾ, ലാലപ്പോൾ അതുവരെയുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ പെട്ടെന്ന് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ചെയ്യുന്ന പടം കഴിഞ്ഞാൽ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. ലാൽ അത്രമാത്രം എക്സൈറ്റഡായി. അപ്പം ലാൽ അപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പടവും കഴിഞ്ഞിട്ട് പിന്നെ ഒരു പടം കൂടെ ഉണ്ടായിരുന്നു. അത് അവരും ഷൂട്ട് റെഡിയായി കഴിഞ്ഞു. അത് ജോഷി സാറിൻ്റെ നാടുവാഴികൾ എന്ന സിനിമയാണ്. പിന്നെ നാടുവാഴികളെ കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത പടമായിട്ട്, അപ്പോൾ അത് കഴിഞ്ഞാൽ ലാൽ ഒരു 12 പടം കമ്മിറ്റഡാണ്. പക്ഷേ അതെല്ലാം ഷിഫ്റ്റ് ചെയ്തിട്ട് ഇത് അതിൻ്റെ ഇടയ്ക്ക് കയറ്റി നമുക്ക് ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ കഥ പറയുന്നത് ഒരു ജനുവരി അവസാനമാണ്. ലാൽ പറഞ്ഞു ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ചുരുക്ക സമയമേ ഉള്ളൂ. അപ്പോഴത്തേക്കും ലൊക്കേഷൻ കാണണം, പിന്നെ ഈ ഇതിൻ്റെ പ്രിപ്പറേഷൻ വേണം, എഴുതണം, ഇതൊക്കെയുണ്ട്. അതിനിടയിൽ കൂടെ ലോഹിയുടെ ഭാര്യ ഗർഭിണിയായി, പ്രസവത്തിൻ്റെ സമയമായിരുന്നു. എൻ്റെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നു, അതിൻ്റെ തിരക്ക് എനിക്ക്. പക്ഷേ ഇതിനെല്ലാം ഇടയിൽ കൂടെയാണ് നടക്കുന്നത്. അപ്പം ലോഹിയയ്ക്ക് എഴുതാനുള്ള സാവകാശം കിട്ടാതെ വന്നു. സാവകാശമല്ല, പുള്ളി അത് എഴുതുകയാണെങ്കിൽ പുള്ളി അത്രമാത്രം പ്രഷർ ഉണ്ടാവണം. അപ്പോഴാണ് പ്രൊഡ്യൂസർ പറഞ്ഞ് സിബിയുടെ കല്യാണത്തിന് പോകണമെങ്കിൽ എഴുതി തീർത്തലേ വരവുള്ളൂ. അങ്ങനെ ഭീഷണിപ്പെടുത്തി ഇരുത്തി പെട്ടെന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എഴുതി വന്ന് കല്യാണം കൂടുന്നതൊക്കെ. അപ്പോൾ ഇതൊരു കല്യാണം കഴിഞ്ഞ് 4-ാം ദിവസം ഞാൻ ലൊക്കേഷനിലേക്ക് പോകുന്നു ഭാര്യ സമേതം. അവിടെ ചെന്നിട്ടാണ് ഈ ബാക്കി ലൊക്കേഷൻ കാണുകയും പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങൾ, റെക്കോർഡിങ്, കമ്പോസിങ് നേരത്തെ കഴിഞ്ഞ് റെക്കോർഡിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ അത് വളരെ ഷോർട്ട് ടൈമേ ഉള്ളൂ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതൊന്നും ഈ സിനിമയെ ബാധിച്ചില്ല, കാരണം അത്ര പെർഫെക്റ്റ് ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. കാരണം ഒരു ക്ലാസ് ഒരു ചലച്ചിത്ര വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല പാഠപുസ്തകമാണ് കിരീടത്തിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഈ സിബി മലയിൽ ലോഹിതദാസ് കോംബോ, അതിൻ്റെ ഒരു ആ കൂട്ടുകെട്ടിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറുത്ത ഏട് എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കിട്ടി. അത് ചിലപ്പോൾ ഒരു പക്ഷേ സാറ് തന്നെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സംഭവമായിരിക്കും. അതിൻ്റെ സത്യാവസ്ഥ ഇങ്ങനെ തന്നെയാണോ എന്നറിയാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ചോദിക്കുന്നതാണ്. എന്തെങ്കിലും രീതിയിലൊരു വിമുഖത ഉണ്ടെങ്കിൽ ഇതിന് ഉത്തരം പറയാതെയും ഇരിക്കാം. ഞാൻ കേട്ടത് കിരീടം ത്തിലെ ദിനേശ് പണിക്കരും സാറും ലോഹിതദാസും കൂടി ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുകയും അത് എഴുതാൻ വേണ്ടി നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന ദിവസം ബാംഗ്ലൂരിലേക്ക് പുറപ്പെടാൻ വേണ്ടി സാറിൻ്റെ കാർ ഓടിച്ച് ലോഹിതദാസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ലോഹിതദാസിൻ്റെ വീടിന് മുമ്പിൽ ഒരു കത്തിരിക്കുകയാണ്. ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി പോവുകയാണ്, എനിക്കിതല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്നുള്ളത്. അതായിരുന്നു ആ സൗഹൃദത്തിനെ പിരിച്ച ഒരു ഘടകം ആ ഘട്ടത്തിൽ? ഇല്ല, ഞങ്ങളുടെ സൗഹൃദം പിരിഞ്ഞിട്ടില്ല ഒരിക്കലും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വ്യക്തിപരമായിട്ട് പിണക്കങ്ങളോ അകൽച്ചയൊന്നും ഇല്ല. ആ സംഭവം വിഷമിച്ചിട്ടേ ഇല്ല? ആ സംഭവം വിഷമം ഉണ്ടാക്കിയിട്ടേ ഇല്ല? ആ സംഭവത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ സിനിമകൾ ചെയ്യുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിന് ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ ലോഹിയായിട്ട് അവസാനം ചെയ്യുന്നത് സാഗരം സാക്ഷിയാണ്. സാഗരം സാക്ഷി കഴിയുമ്പോഴേക്കും ലോഹി ഭൂതക്കണ്ണാടിയിലേക്ക് എത്തുന്നു, സ്വന്തം സിനിമ ചെയ്യുന്നു. അപ്പോൾ ലോഹി എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞു. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ഒരു പരിപാടിയുണ്ട്, ഒരു കഥയുണ്ട്, ഒന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു. ആ കഥ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് ഈ കഥ ലോഹി തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഇത്രയും വ്യത്യസ്തമായ ഒരു കഥ വരുമ്പോൾ ലോഹി ചെയ്യണം. കാരണം ഞാൻ ഉദാഹരണം പറഞ്ഞത് ശ്രീനിവാസൻ വടക്ക് നോക്കി യന്ത്രം ചെയ്ത് ശ്രീനിവാസൻ ചെയ്യേണ്ട സിനിമയാണ്.
പിന്നീട് ശ്രീനിവാസൻ അടുത്തൊരു സിനിമ ചെയ്യുന്നതിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ശ്യാമള ചെയ്യുന്നത്. അതേപോലെ ലോഹി ചെയ്യണമെന്നുമുള്ള സിനിമകൾ വരുമ്പോൾ ലോഹി ചെയ്യേണ്ടതാണ് എന്ന് ലോഹിക്ക് ബോധ്യം വരുന്ന സിനിമകൾ മാത്രമേ ചെയ്യാവൂ. ഞാനത് ലോഹിയോടുള്ള കരുതൽ കൊണ്ട് പറഞ്ഞതാണ്. ലോഹി ഒരു റൈറ്ററാണ്. ലോഹിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൗഡ് മാനേജ്മെൻറ്റൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ലോഹി ഒരു സ്വകാര്യതയിലിരുന്ന് എഴുതാൻ മാത്രമേ ഉള്ളൂ. ലോഹിക്കൊരു ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനൊന്നും പറ്റുന്നൊരു അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയുള്ള ആളല്ല. പുള്ളി വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പം ആ പ്രഷറും കൂടെ ലോഹിക്ക് താങ്ങാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ലോഹി എഴുതുമ്പോൾ അല്ലെങ്കിൽ ലോഹി ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ കാത്തിരിക്കണം. ലോഹിദാസ് ശ്രീനിവാസൻ്റെ ശ്യാമളയ്ക്ക് വേണ്ടി ആൾക്കാർ കാത്തിരുന്ന പോലെ ലോഹിയുടെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി ആൾക്കാർ കാത്തിരിക്കണം. അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ലോഹിയുടെ ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ ലോഹിക്ക് പുറകെ പ്രൊഡ്യൂസേഴ്സ് വന്ന് ഓഫറുകളുമായിട്ട് വന്നു. അതൊന്ന് രണ്ടാമത്തെ സിനിമയായിട്ട് ലോഹി ചെയ്യുന്നത് കാരുണ്യമാണെന്ന് തോന്നുന്നു. അത് കാരുണ്യം കഴിഞ്ഞിട്ട് പുറകെ പിന്നെ ഓഫറുകൾ വരികയും ലോഹി അതിൻ്റെ ആ ട്രാക്കിലേക്ക് അങ്ങ് വിട്ട് അങ്ങനെ പിന്നെ സിനിമകൾ ചെയ്ത് ലോഹി അങ്ങ് പോയി. അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ പിന്നീട് സിനിമകൾ ചെയ്യാനുള്ള സാഹചര്യമാണ്. അപ്പോൾ ഞാനും മറ്റു വഴിക്ക് വേറെ സിനിമകൾ ചെയ്തു. പക്ഷേ ഈ നിരൂപകരും അല്ലെങ്കിൽ പ്രേക്ഷകരും ഒക്കെ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ തമ്മിൽ പിരിഞ്ഞത് കാരണം ലോഹിദാസിൻ്റെ രീതിയിലും വലിയ രീതിയിൽ ശോഭിക്കാൻ പറ്റിയിട്ടില്ല. സാറിൻ്റെ പ്രൈമും സാറിനെ പിന്നീട് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കേണ്ടി വന്നു. ലോഹി ഇല്ലാതെ മറ്റൊരു എഴുത്തുകാരനിൽ സാറിന് ഇപ്പോഴും തൃപ്തി കിട്ടിയിട്ടില്ല എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ശരിയാണ്. ഈ സത്യാവസ്ഥ എത്രമാത്രം? അല്ല, അത് ശരിയാണ്. കാരണം ലോഹി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു എൻ്റെ ഒരു ബലമായി മാറിയത്. കാരണം ഞാൻ എൻ്റെ 5ാമത്തെ സിനിമയാണ് തനിയാവർത്തനം. അതിനു മുമ്പ് ഞാൻ ചെയ്ത 3-4 സിനിമകളിലും ഇപ്പോൾ എനിക്ക് അതിന് മുമ്പ് ഒരു സിനിമയിൽ എൻ്റെ 3ാമത്തെ സിനിമയിൽ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയെന്നുള്ളത് ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റിലാണ്. എൻ്റെ ആദ്യത്തെ സിനിമ ശ്രീനിവാസനാണ്. അതിൻ്റെ ഇടയ്ക്ക് മറ്റു 2 എഴുത്തുകാർ വന്ന് ചെയ്തു. പക്ഷേ ഞാനെന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ദിശ നിർണ്ണയിക്കപ്പെട്ടത് തനിയാവർത്തനത്തിലാണ്. ഞാൻ എത്തരത്തിലുള്ള സിനിമകൾ ചെയ്യേണ്ട ആളാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ സിനിമയാണ് തനിയാവർത്തനം. അല്ലെങ്കിൽ എൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അവിടെയാണ്. ഇത്രമാത്രം ഇമോഷണൽ ഡ്രാമകൾ ചെയ്യാനുള്ള ഒരു ഹ്യൂമൻ ഇമോഷൻസിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്ന് എന്നെ പഠിപ്പിച്ചത് തനിയാവർത്തനമാണ്. അപ്പോൾ അതുകൊണ്ട് ലോഹിയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ബലവും. ഞാനെന്ന സംവിധായകൻ ഏതെങ്കിലും രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരൻ ലോഹി തന്നെയാണ്. ആ സൗഹൃദവും സ്നേഹത്തിനും ഒരു കുറവ് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. പക്ഷേ ലോഹി ഇങ്ങനെ ലോഹിയുടെ ഒരു പ്രശ്നം വെച്ചാൽ ലോഹി ഇങ്ങനെ പെട്ടെന്ന് ഭ്രമിച്ചു പോകുന്ന ഒരാളാണ്. കാരണം ലോഹിയുടെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ലോഹി ആഗ്രഹിക്കുന്നതൊക്കെ വലിയ മോഡിലുള്ള തലത്തിലേക്ക് ലോഹി വളർന്നു പോകുമ്പോൾ ചെറിയ സന്തോഷങ്ങളിൽ പോലും ലോഹി അഭിരമിച്ചു പോകും. അതൊരു സാധാരണക്കാരനായ ശുദ്ധനായ ഒരു മനുഷ്യൻ്റെ സാഹചര്യത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ലോഹി പിന്നെ സിനിമകൾ ചെയ്തപ്പോൾ ലോഹി ആ വഴിക്ക് പോയപ്പോൾ ഞാൻ പിന്നെ അതിനകത്ത് കാരണം പോയി അതിനകത്ത് ഒന്നും പോയില്ല. ഞാൻ സിനിമകൾ ചെയ്യണമെന്ന് പറഞ്ഞ് ലോഹി അപ്രോച്ച് ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടിയിട്ട് ഞാനായിട്ട് പോയിട്ട് അപ്രോച്ച് ചെയ്തില്ല. പിന്നെ ഏതെങ്കിലും നിർമ്മാതാക്കൾ ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വരുമ്പോൾ മാത്രമാണ് പോയത്. 94-ലെ സകലം സാക്ഷിക്ക് ശേഷം ഞാൻ വേറെ സിനിമകൾ ചെയ്ത ഘട്ടത്തിൽ ഈ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ ലോഹിദാസിൻ്റെ ഞാൻ ഉസ്താദ് എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ ആ ലൊക്കേഷനിലേക്ക് എൻ്റെ ഒരു പൂർവ്വ സുഹൃത്ത് ആദ്യകാല നിർമ്മാതാവാണ് ആനന്ദ് കുമാർ എന്ന് പറയുന്നത്. ഒരുപാട് വലിയ സിനിമകൾ ചെയ്ത പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് ആദ്യം തൊട്ടേ അറിയാം. ഇപ്പം അദ്ദേഹം വന്ന് ചെയ്ത് പറയാനും വയ്യ പറയാതിരിക്കാനും പല സിനിമ ചെയ്തിട്ടുണ്ട്. ദീം തരികിടത്തവും അങ്ങനെ കുറേ സിനിമകളും പിന്നെ പാളങ്ങൾ എന്ന് പറയുന്ന ഭരതേട്ടനൊക്കെ ചെയ്തത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് തിരിഞ്ഞ് വളരെ വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്തോടെയാണ് അദ്ദേഹം എൻ്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു സിനിമ എനിക്ക് വേണ്ടി ചെയ്തു തരണം. ഞാൻ ലാലിൻ്റെ അടുത്ത് സംസാരിച്ചു. ഉസ്താദിൻ്റെ ലൊക്കേഷനിലാണ്. ലാലിൻ്റെ അടുത്ത് സംസാരിച്ചു. ലാൽ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീയും ലോഹിയും കൂടെ എനിക്കൊരു സിനിമ ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രോജക്റ്റ് ഞാനായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ലോഹി എടുത്തത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ ലോഹി എടുത്ത് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ദിനേശ് പണിക്കർ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചു വന്നു. അപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഈ പറയുന്ന സംഭവം അപ്പോൾ ലോഹിയുടെ ഒരു വീട് പണി നടക്കുകയാണ് അവിടെ ആലുവയിൽ. ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ ആലുവയിലുണ്ട് ആ സമയത്ത്. അപ്പോൾ ദിനേശ് എന്നെ കാണാൻ വന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ലോഹി വീട് പണിയുന്ന ആ സ്ഥലത്തേക്ക് ചെന്നു. ലോഹി എൻ്റെ അടുത്ത് പറഞ്ഞ വീട് പണി നടക്കുക എനിക്ക് ഭയങ്കര സാമ്പത്തിക ഞെരുക്കമുണ്ട്. ഞാൻ പടം ചെയ്യാം. എനിക്കൊരു കൊച്ചു പടം എത്തിക്കാമെങ്കിൽ എനിക്ക് ഇവിടുത്തെ അത്രയും പ്രശ്നമില്ല. ഞാൻ ദിനേശിനടുത്ത് പറഞ്ഞു, ദിനേശ് എന്താണെന്ന് വെച്ചാൽ ജോയിക്കൊരു അഡ്വാൻസ് ഇപ്പം തന്നെ കൊടുക്കാൻ പറഞ്ഞു. ദിനേശ് അപ്പം തന്നെ അഡ്വാൻസ് കൊടുക്കുന്നു.
അപ്പോൾ ആനന്ദേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, "നീ ഒരു കാര്യം ചെയ്യ്, ലോഹി അവിടെ ഇരുന്നാൽ എഴുത്ത് നടക്കത്തില്ല. എനിക്ക് ബാംഗ്ലൂർ ഒരു ഫാമുണ്ട്, ഞാൻ വണ്ടി വിട്ട് അയക്കാം, നിങ്ങൾ ആ വണ്ടിയിൽ പോയിട്ട് അവിടെ ബാംഗ്ലൂർ പോയിരുന്ന് എഴുത്. ഇവിടെ ഇരുന്ന ഈ വീട് പണി എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ സ്വസ്ഥമായിട്ട് എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശരി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വണ്ടി വരും. അപ്പോൾ അന്ന് ഒരു ദിവസം അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫാമിലിയായിട്ടൊന്ന് ഒരു ഹൗസ് ബോട്ടിലൊക്കെ പോകാൻ വേണ്ടി ഞങ്ങൾ ആലപ്പുഴയ്ക്കൊക്കെ പോയി. പിറ്റേ ദിവസം പോകണമല്ലോ എനിക്ക്. പിറ്റേ ദിവസം വണ്ടി പ്രൊഡ്യൂസർ ആനന്ദേട്ടൻ്റെ വണ്ടി വരും. അങ്ങനെ ഞാൻ രാവിലെ, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വേറെ പലരും പറയുന്നുണ്ട്, ഞാൻ ഈ ലോഹിയായിട്ടൊരു പ്രോജക്റ്റ് ആകുന്നു എന്നുള്ളൊരു വാർത്തകൾ വന്നതോടുകൂടി എൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, സിയാദ് കോക്ര, അദ്ദേഹത്തിൻ്റെ ഓഫീസ്, അദ്ദേഹം ഞാനായിട്ട് സംശയിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്താണോ അടുത്ത് പരിപാടി, ഞാൻ ഇങ്ങനെ ലോഹിയായിട്ട്, ലോഹി വേറെ പടം ചെയ്യാനുള്ളത്, ഞാൻ ലോഹി നമ്മളായിട്ട് കമ്മിറ്റഡ് ആണല്ലോ. ഇല്ല, ലോഹി ഇവിടെ ഒരു പുള്ളിക്കറിയാവുന്ന ഈ ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു നിർമ്മാതാവിൻ്റെ പേരും പറഞ്ഞു, അദ്ദേഹമായിട്ടൊരു മമ്മൂട്ടി വെച്ചൊരു പടം നടക്കാനുള്ളൂ, തുടങ്ങാൻ പോകാനുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല, ഞങ്ങൾ തമ്മിൽ കമ്മിറ്റഡ് അല്ലേ എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ കേട്ട വാർത്തയാണെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായെങ്കിലും അങ്ങനെ ചെയ്യുക എന്നൊരു ഇതുണ്ടല്ലോ. ഞാൻ ആ രാത്രിയിൽ പോയി ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൻ്റെ പുഴയ്ക്ക് അക്കരെയാണ് ലോഹിയുടെ വീട്, പുഴയ്ക്ക് അക്കരെയാണ് എൻ്റെ വീട്, ആലുവ പുഴ, എൻ്റെ വൈഫ് ഹൗസ്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ മദറിൽ എന്നെ പറഞ്ഞ്, ലോഹിദാസിൻ്റെ അവിടെ നിന്ന് ഒരു പയ്യൻ വന്നൊരു കത്ത് തന്നിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കത്ത് പൊട്ടിച്ച് വായിക്കുമ്പോൾ ഈ പറയുന്ന വാക്കിലാണ്, ഞാൻ കാണിക്കുന്നത് നെറിയാടാണെന്ന് എനിക്കറിയാം, എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറെ നിവൃത്തിയില്ല, ഞാൻ വേറൊരു പടം കമ്മിറ്റഡ് ആണ്, അതുകൊണ്ട് നാളത്തെ യാത്ര ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതെന്നെ വല്ലാതെ പൊറിപ്പെടുത്തി ശരിക്കും. കാരണം അദ്ദേഹം പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ ഞാൻ പക്ഷേ എന്തൊന്നും ചെയ്യാൻ, എനിക്കൊന്നും അതിൽ കൂടുതൽ എനിക്കൊന്നും അതിനകത്ത് പരിഹാരമില്ലല്ലോ. ഞാനപ്പോൾ ആനന്ദേട്ടനെ വിളിച്ചു പറഞ്ഞു, ആനന്ദേട്ടൻ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ലോഹിയില്ല അറിയിപ്പോൾ. അങ്ങനെ ആ പ്രോജക്റ്റ് നടന്നില്ല. അതാണ് പിന്നെ അരയന്നങ്ങളുടെ വീടായിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് മറ്റേ പ്രൊഡ്യൂസർ പറഞ്ഞ പ്രോജക്റ്റ് അതായിരുന്നു, അരയന്നങ്ങളുടെ വീട് മമ്മൂട്ടി വെച്ച് ചെയ്യുന്നത്. പക്ഷേ അതിനെപ്പറ്റി ഞാൻ പിന്നെ ലോഹിയുടെ അടുത്ത് സംസാരിച്ചിട്ടേ ഇല്ല, എന്തുകൊണ്ടത് ചെയ്തു ഞാൻ ചോദിച്ചിട്ടില്ല, എൻ്റെ അടുത്ത് അതിന് മറുപടിയും പറഞ്ഞിട്ടില്ല. ക്ഷമിക്കാൻ പറ്റുമോ അപ്പോൾ തന്നെ? എനിക്കിപ്പോഴും അപ്പോഴും ഇപ്പോഴും ഒന്നുമില്ല. എനിക്കൊരു മുറിവുണ്ടായി എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു മനസ്സിൽ വേദനയായിട്ട് കൊണ്ടു നടന്നിട്ടൊന്നും ഒരു പിണക്കമായിട്ട് ഞാൻ കൊണ്ടു നടന്നിട്ടേ ഇല്ല. പിന്നീട് ഒരിക്കൽ കൂടി ഇതേപോലെ ഒരു അമേരിക്കയിൽ നിന്നൊരു നിർമ്മാതാവാണ്, അദ്ദേഹം എന്നെ കാണാൻ വന്നു. വന്നിട്ട് അത് പിന്നീട് ഇതിന് ശേഷമാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നിട്ട്, അത് 2000-ന് ശേഷമാണ്. അദ്ദേഹം എന്നെ കാണാൻ വന്നിട്ട്, ഞാൻ 1990 അമേരിക്കയ്ക്ക് പോകുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. അന്ന് ഫ്ലൈറ്റ് ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ തിരുവനന്തപുരത്ത് എത്തി SL തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടു. ഇസ്ഹാൻ അബ്ദുള്ളയാണത്. അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അന്ന് ഞാൻ തീരുമാനിച്ചു, ഞാൻ അമേരിക്കയിൽ നിന്ന് തിരിച്ച് പൈസ ഉണ്ടാക്കി വന്നു കഴിയുമ്പോൾ ഇവരെ 3 പേരെയും വെച്ച്, മോഹൻലാലിനെയും എന്നെയും ലോഹിതദാസിനെ വെച്ച് ഒരു സിനിമ ചെയ്യും എന്നുള്ള സ്വപ്നം കൊണ്ട് പോയത്. അയാൾ ഇപ്പം എൻ്റെ പൈസ ഉണ്ട്, ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു, എനിക്ക് നിങ്ങളെ വെച്ചൊരു സിനിമ ചെയ്യണം. അത് വരുന്നത് 2000 ആദ്യമാണ്. ആളുകളുടെ അംബീഷനാണ് നിങ്ങൾ വെച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, നമുക്ക് ചോദിക്കാം, ഞാൻ ലോഹിയോട് ചോദിക്കാം, ലോഹി ഇപ്പം സ്വന്തം പടങ്ങൾ ചെയ്ത് തിരക്കിലാണ് എന്ന് പറഞ്ഞു, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ലോഹി ഞാനുമായിട്ട് അല്ലാതെ വേറെ കാണുമ്പോൾ കാണാറുണ്ട്. ഈ പത്രമാധ്യമങ്ങളിലൊക്കെ ഞങ്ങൾ തമ്മിൽ പിണങ്ങി പിരിഞ്ഞു എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഈ 2000-ൻ്റെ തുടക്കകാലത്ത് മലയാള മനോരമ 2 ഞായറാഴ്ചകളിലായിട്ട്, ഞങ്ങളുടെ 3 ഞായറാഴ്ചകളിലായിട്ട് ഒരാഴ്ച ഉണ്ണിക്കേ വാര്യർ വന്ന് എൻ്റെ ഇൻ്റർവ്യൂ എടുക്കും. ഞാനൊന്ന് ഇഷ്ടം ചെയ്തുകൊണ്ടിരിക്കുക തൃശ്ശൂർ വന്ന്. അതായത് ഞങ്ങൾ തമ്മിൽ ഇനി സിനിമകൾ ചെയ്യില്ല എന്നൊരു വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചപ്പോൾ ഉണ്ണി വന്ന് അവിടെ വന്നൊരു ഇൻ്റർവ്യൂ ചെയ്തു. മനോരമ മുൻകൈ എടുക്കുന്നു നിങ്ങളെ ഒന്നിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്തു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതൊക്കെയാണ് എനിക്കതിനകത്ത് ഇല്ല, ഞങ്ങൾ തമ്മിൽ സിനിമ ചെയ്യും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞ് അവർ ലോഹിയെ കാണാൻ പോയി, ലക്കിടിയിൽ പോയി ലോഹിയുടെ ഇൻ്റർവ്യൂ എടുത്തു. 3-ാമത്തെ ആഴ്ച ഞങ്ങൾ 2 പേരും എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി ലക്കിടിയിൽ പോയിട്ടും ഞങ്ങൾ 2 പേരും വിളിച്ചു. അങ്ങനെ 3 ആഴ്ച മനോരമ സൺഡേ സപ്ലിമെൻ്റ് ഞങ്ങളെ ഒന്നിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി. അത് ഭയങ്കര ഒരു കാര്യമല്ലേ, മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായൊരു പത്രമാധ്യമം ഞങ്ങൾ 2 പേരും നടത്തുന്നത്
അത് അങ്ങനത്തെ ഒരു എഫേർട്ടൊക്കെ അതിനകത്ത് നടന്നു. അപ്പോൾ എനിക്കറിയാം അന്നും ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഇരുന്ന് അന്നും ഭക്ഷണം കഴിക്കാൻ പറ്റും. പക്ഷേ തിരിച്ച് ഈ പുതിയ അമേരിക്കൻ പ്രൊഡ്യൂസർ വന്നപ്പോൾ ഞാൻ അതുപോലെ അവിടെ ചെന്ന് അത് ഒരു ജനുവരി 1-ാം തീയതി ലോഹിയുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു 1-ാം തീയതിയാണ് ഇപ്പോൾ ഒരു അഡ്വാൻസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്വാൻസ് കൊടുത്ത് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നീണ്ടു പോയിക്കൊണ്ടേയിരിക്കുന്നു. അത് കഴിഞ്ഞ് കുറേ വർഷം, അത് 2004-ലോ 2005-ലോ മറ്റാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ അത് നീണ്ടു പോയി. ഈ പ്രൊഡ്യൂസർ അമേരിക്കയിൽ നിന്ന് വരും, ഇടയ്ക്കിടയ്ക്ക് പുള്ളി വരും. ഞാൻ പറഞ്ഞു ലോഹി ചെയ്യും, ലോഹി ആ പടം ചെയ്യുന്നു, ഈ പടം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നീണ്ടിടുക. അപ്പോൾ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ അയാളും എടുത്തു തുടങ്ങി. അയാൾ ഇവിടെ ഒരാളെ ഏർപ്പാടാക്കി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അയാളുടെ ഒരാൾ ഇവിടെ നിന്നിട്ട് എന്നെ വിളിക്കും. ഞാനും ആ പ്രഷർ എനിക്കും വന്നു തുടങ്ങി. അവസാനം ജൂൺ മാസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രൊഡ്യൂസറുടെ ആൾ വന്നു. ഒരു തീരുമാനം എടുക്കണം, അദ്ദേഹത്തെ പോയി കാണണമെന്ന് പറഞ്ഞ്. അല്ല, അതിനു മുമ്പ് ലോഹി വന്നിട്ട് ഒരു കഥയുണ്ട്. പ്രൊഡ്യൂസർ വന്ന സമയത്ത് ലോഹി പറഞ്ഞു, അയാൾ നിർബന്ധിച്ച് പറഞ്ഞു ലാൽ സാറിനെ പോയി കണ്ട് കഥ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് കഥ പറഞ്ഞു. ഇവിടെ ലാലിൻ്റെ തന്നെ ട്രാവൻകൂർ കോർട്ടിൽ വന്നിട്ട് ലാൽ ഷൂട്ടിലായിരുന്നു. രാത്രി വരെ വെയിറ്റ് ചെയ്ത് ലാൽ ഒരു 12 മണിക്ക് വന്നു. ലോഹി പോയി ഒരു കഥ പറഞ്ഞു. ആ കഥ എൻ്റെ അടുത്ത് പോലും പറഞ്ഞില്ല, അവിടെ വെച്ചാൽ കഥ പറയുന്നത്. പക്ഷേ ആ കഥ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, ലാലിനും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ ലോഹി പറഞ്ഞു വേറൊരു കഥയുണ്ട് പറഞ്ഞു. ആ കഥയും പറയുമ്പോഴത്തേക്ക് അതും അപ്പോൾ പെട്ടെന്ന് അത് ഞാനും ലാലും ഇല്ലാതെ എന്താണ് ലോഹി ഇങ്ങനെയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു മുമ്പ് കഥകളൊക്കെ പറയുമ്പോഴേ. എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായെങ്കിൽ പോലും അത് പിന്നെ അങ്ങ് അത് ഇഴഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഈ 2008 അപ്പോൾ ലോഹിക്ക് മനസ്സിലായി ലോഹിയുടെ ഭാഗത്തു നിന്ന് അതിനകത്തൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ 2008 ജൂൺ മാസം 8-ാം തീയതിയാണ് ഈ പ്രൊഡ്യൂസർ തിരിച്ചു പോയി. പ്രൊഡ്യൂസറുടെ ആൾ ഞാനും ഇവിടെ ലക്കടിയിൽ ചെല്ലുന്നു, ലോഹിയെ കാണുന്നു. അവിടെ വെച്ച് ലോഹി പറയുന്നു. അപ്പോൾ ലോഹി ഞാൻ മാത്രമായിട്ട് കുറേ നേരം ഇരുന്നു. ഈ പ്രൊഡ്യൂസറുടെ കൂടെ ആളും അതിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ കുറേ കാര്യം ഞങ്ങൾ പേഴ്സണലായിട്ടുള്ള കുറേ എന്തുകൊണ്ട് അന്ന് ലോഹി എൻ്റെ അടുത്ത് മുമ്പിൽ ഒരു കുമ്പസാരം നടത്തി. ആദ്യമായിട്ടാണ് ലോഹി എൻ്റെ അടുത്ത് നിന്ന് കുമ്പസരിക്കുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ തമ്മിൽ പടം ചെയ്യാതിരുന്നത് എൻ്റെ വീഴ്ചകളുണ്ട് അതിനകത്ത്, അത് ഞാനല്ല, പലരും എന്നെ അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മളെ തമ്മിൽ, ഞാനതിൽ വീണുപോയി എന്ന് പറഞ്ഞു. ഒരു ഡയറക്ടറുടെ പേര് പറഞ്ഞു. അദ്ദേഹമാണ് എന്നെ നിങ്ങളിലേക്ക് എത്തിക്കാതിരുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ വല്ലാതെ ചൂഷണം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഏത് പടം വരുമ്പോഴും അതിൻ്റെ കഥ, അതിൻ്റെ ഡിസ്കഷൻ, പുള്ളി ഒരു കഥയുടെ ഒരു ത്രെഡുമായിട്ട് വരും. എൻ്റെ അടുത്ത് പറയും, ഞാൻ കഥ കേൾക്കുമ്പോൾ എക്സൈറ്റഡ് ആയിട്ട് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് പറയും നമുക്ക് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ പോയിരിക്കാം, അവിടെ പോയിരിക്കും, ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു ആ ഒരു കഥയുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം പോയി. എൻ്റെ പേരിലൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ സിനിമ വരും. എൻ്റെ ഒരു സിനിമയുടെ ക്ലൈമാക്സ് വരെ ഒരു പടത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്തു, അത് വെച്ച് അത് സിനിമ ചെയ്തു എന്നൊക്കെ പറയും. അപ്പം അതൊക്കെ എൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിച്ചു. എനിക്കിന്ന് ആ വ്യക്തി പ്രഗത്ഭനായ സംവിധായകനാണ്. അതെ. അപ്പം എന്താ പറഞ്ഞ് എനിക്കിപ്പോൾ ആ വ്യക്തിയെ കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. അയാളെ എനിക്കിനി കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞു എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു പോട്ടെ, എന്തായാലും പറ്റില്ല, ഇതൊരു മനസ്താപമാണ്, ഏറ്റുപറച്ചിലാണ്, ഇനി നമ്മൾ സിനിമ ചെയ്യും. അപ്പോൾ ലോഹി ഭീഷ്മർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭീഷ്മർ ലോഹിക്ക് തന്നെ ചെയ്യാൻ വേണ്ടി, എനിക്ക് വേണ്ടിയിട്ടല്ല, ലോഹിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് ലാലിനെ വെച്ചൊരു പ്രോജക്റ്റ് ചെയ്യാം, ജൂൺ 30-ാം തീയതി നമുക്ക് ഞാൻ ആ കഥ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഞാൻ പോയി. അന്ന് ഒരു പകൽ മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ എല്ലാ സങ്കടങ്ങളും എല്ലാ വീഴ്ചകളും ഏറ്റുപറഞ്ഞ് തീർന്നു. ഞങ്ങളുടെ സൗഹൃദത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഇന്നുവരെയും ഞാനായിട്ട് വരുത്തിയിട്ടില്ല. വരേണ്ട കാര്യമില്ല. എനിക്ക് ലോഹിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ കൂടെ ലോഹി ഉണ്ടെന്നുള്ള ഉറപ്പിലല്ലേ ഞാൻ വന്നത്. അപ്പോൾ ഞാനൊരിക്കലും അങ്ങനത്തെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടത്താൻ ശ്രമിച്ചിട്ടേ ഇല്ല. പലരും എന്താ വെച്ചാൽ ലോഹിക്ക് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് കൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർമ്മാതാക്കളൊക്കെ ചില്ലയും ലോഹി അതിനകത്ത് വഴങ്ങിപ്പോകുന്നതാണ്. എന്നാൽ ലോഹി എൻ്റെ ചില സിനിമകൾക്കൊക്കെ ഷൂട്ടിംഗ് ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ച പോലെ എഴുത്ത് നന്നായി വരാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചപ്പോഴൊക്കെ വന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ട് ലോഹി എഴുതി തന്നിട്ടുണ്ട്.
പൂർണ്ണമായിട്ടും അദ്ദേഹം ഫാമിലിയായിട്ടും ഞാനൊരു സിനിമ ഷൂട്ട് തുടങ്ങാൻ പോകുമ്പോൾ അത് എഴുത്തിൻ്റെ തലേദിവസം 2-3 ദിവസം എനിക്ക് മനസ്സിലായി ഈ എഴുത്തുകാരൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന പോലത്തെ സ്ക്രിപ്റ്റ് കിട്ടില്ല എന്ന് മനസ്സിലായി. ഞാൻ ലോഹിയെ വിളിച്ചു, എന്നെ ഒന്ന് സഹായിക്കണം, ഇതൊരു SOS സന്ദേശമാണെന്ന് പറഞ്ഞു. സേവ് അവർ സോൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കപ്പലുകാർ പറയുന്നവർ എന്നെ രക്ഷപ്പെടുത്തണം. അപ്പോൾ ലോഹി പറഞ്ഞു, ഞാൻ ഫാമിലിയായിട്ടൊരു യാത്ര പോവുകയാണ്. ഞാൻ ചോദിച്ചു, എവിടെയാണ് പോകണേ? ഞങ്ങളിങ്ങനെ വയനാട് ആ ഭാഗത്തേക്കാണ്. ഞാൻ പറഞ്ഞു, വയനാട് പോകുന്ന വഴിക്കാണ് ഞാനുള്ളത്, ഇവിടെ വരൂ, യാത്ര 2 ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. ലോഹി അവിടെ നിന്ന് ലോഹിയെ കഥ കേട്ടു. ലോഹി പുതിയൊരു ഓൺലൈൻ ഉണ്ടാക്കി തന്നിട്ടാണ് ലോഹി പോകുന്നത്. എന്നിട്ട് പറഞ്ഞ് ഞാൻ അവിടെ റൂം എടുത്തു, വേറൊരു ഹോട്ടലിൽ റൂം കൊടുത്തു, അവിടെ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതും, ഞാൻ ഷൂട്ട് ചെയ്യും. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ലോഹി തിരിച്ച് ആലുവയിലേക്ക് പോയി. എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ അവിടേക്ക് പോകും, ഓരോ ദിവസം സ്ക്രീനും കൊണ്ടുവരും. അങ്ങനെയാണ് ഞാൻ ആ പടം ഷൂട്ട് ചെയ്തത്. അത് അങ്ങനെയൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പടത്തിൽ ഇതുപോലെ തന്നെ വേറൊരു റൈറ്റർ വന്നപ്പോഴും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോകുന്നു. അപ്പോഴും ലോഹിയെ വിളിച്ചു. ലോഹി അവിടെ വന്നു, ആ റൈറ്ററുടെ കൂടെ ഇരുന്ന് ലോഹി കുറേയൊക്കെ, പക്ഷെ അപ്പോഴത്തേക്ക് അത് സേവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ പടം കയ്യിൽ നിന്ന് പോയിരുന്നു. അപ്പോൾ അത്തരം ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ വിളിച്ചാൽ ഓടി എത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ട്, എപ്പോൾ ആണേലും. ആ അവസാന കഥ കേൾക്കാൻ പറ്റിയോ? അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോഴത്തേക്ക് ഈ 30-ാം തീയതി, ജൂൺ 30-ാം തീയതി കാണാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ജൂൺ 27-ാം തീയതി തിരുവനന്തപുരത്ത് മാക്ടയുടെ ജനറൽ ബോഡിയാണ്, ഞാൻ അതിന് പോയി. അപ്പോൾ ഈ പ്രൊഡ്യൂസർ പറഞ്ഞു, അവിടെ ഉണ്ട്, അയാൾ പറഞ്ഞു ഞാനും 30-ാം തീയതി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. 28-ാം തീയതി രാവിലെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് വരികയാണ്. ഇവിടെ 28-ന് വീട്ടിലെത്തി, 29 കഴിഞ്ഞ് 30-ാം തീയതി ലക്കിടി പോകണം. വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചേർത്തല ബൈപ്പാസ് കഴിയുമ്പോൾ എൻ്റെ ഫോണിലേക്കൊരു കോൾ വരുന്നു. അത് വിളിക്കുന്നത് ബി ഉണ്ണികൃഷ്ണനാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു, ശിവച്ചായ ലോഹിയുടെ എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല. ഇല്ല, അദ്ദേഹം പോയി എന്നൊരു വാർത്ത വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ ഉണ്ണി പറയുന്നതെന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ നോക്കണം, ഒന്നുകൂടെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളി കട്ട് ചെയ്തു. ഇമ്മീഡിയറ്റായിട്ട് അടുത്ത കോള് കമ്മലിൻ്റെയാണ്. സിബി ലോഹിയുടെ അറിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കൊരു ഉള്ളിൽ ആദ്യം വരാൻ തുടങ്ങി. അപ്പോഴേക്കും പിന്നെ ഞാൻ പറഞ്ഞു, കമൽ ഉണ്ണി വിളിച്ച്. അപ്പോൾ കമൽ പറഞ്ഞു, ശരിയാണ് സിബി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഒരു ചാനലിൽ നിന്ന് ഒരാൾ വിളിക്കുന്ന സഹദേവനാണ്, ഇന്ത്യ വിഷനിലെ സഹദേവനോട് ഞാൻ നല്ല സൗഹൃദമുള്ള ആളാണ്. പുള്ളി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ലോഹിയെപ്പറ്റി ഒരു ഓർമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വെച്ചിട്ട് പോടോന്ന് പറഞ്ഞു. എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ഒരാൾ അങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നതാണല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോ എന്ന് പറയും. എനിക്കത് ഉൾക്കൊണ്ടിട്ടില്ല, എനിക്ക് സഹിക്കാൻ അത് മനസ്സിലാകട്ടില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് എങ്ങനെയാണ് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് ഇവിടം വരെ വന്നു. ഞാനിങ്ങനെ വണ്ടിയിലിരുന്ന് ഉറക്ക കരഞ്ഞു. എനിക്ക് റോഡൊന്നും കാണുന്നില്ല. ഞാൻ ഓടി ഇവിടെ എത്തി. എൻ്റെ ഭാര്യയും മകളും വന്നപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് കടവന്തറയിലൊരു പള്ളിയിലാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വേഗം പുറത്തിറങ്ങി നിൽക്കും, ഞാനിവിടെ എത്തുന്നു എന്ന് പറഞ്ഞു. അവരുടെ കാര്യം പറഞ്ഞില്ല. അവരത് കഴിഞ്ഞൊരു ചടങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന നല്ല സാരിയും ഉൾക്കെട്ട് മോളും. ഞാൻ പള്ളീൻ്റെ പുറത്തിറങ്ങി വിളിച്ച് വേഗം വണ്ടിക്കകത്ത് വരാൻ പറഞ്ഞു. ഞാൻ വിളിച്ച് വണ്ടിയിൽ കയറി. അപ്പോൾ ഞാൻ പറഞ്ഞടി ലോഹി പാടി. അവൾ കരയാൻ തുടങ്ങി, മോള് കരയാൻ തുടങ്ങി. അതേ വേഷത്തിൽ അവിടെ ചെല്ലുകയാണ് ലിസി ഹോസ്പിറ്റലിൽ ചെന്ന് ഭയങ്കര ആൾക്കൂട്ടം. എൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ ചെന്നപ്പം ഒരു മുറിയുണ്ട്. അതിൻ്റെ ഒരു വാതിലിൻ്റെ അകത്തോട്ട് ബാക്കി എല്ലാവരും പുറത്തേക്കുക. അപ്പം ഈ സിയാദ് ഉണ്ടായിരുന്നു. സിയാദ് എന്നെ വിളിച്ച് താൻ പാടുമെന്ന് എന്നെ പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോയി. ഞാനും ഭാര്യയും മോളും കയറി. അപ്പോൾ ഒരു പച്ച തുണി കിടപ്പുണ്ട്. ഈ പച്ച തുണിയുടെ അപ്പുറത്ത് ലോഹിയുണ്ട്. എനിക്ക് അങ്ങോട്ട് പോകാൻ എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. ഞാനവിടെ സ്പെയിൻറ്റ് ചെയ്തു, താഴേക്ക് വീണു. ഞാനൊരു മധുരെ പിടിച്ച് നിന്ന് കഴുകി താഴെ പോയി. എന്നെ അപ്പം പിന്നെ പിടിച്ചെടുത്തി പെട്ടെന്ന് ഞാൻ റിക്കവർ ചെയ്തു. പിന്നെ ഞാൻ പുറത്തേക്ക് വന്നിട്ട് പിന്നെ ഞാനത് ടേക്ക് ഓവർ ചെയ്തു മൊത്തം. പിന്നെ എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ ബാക്കിയെല്ലാം. പിന്നെയുള്ള ഞാൻ സിന്ധുവിൻ്റെ അടുത്ത് വെച്ചു, സിന്ധു എവിടെയാണ് കൊണ്ടുപോകട്ടെ എന്ന് വെച്ചു. അപ്പോൾ സിന്ധു പറഞ്ഞു, ലക്കടി കൊണ്ടുപോകണം.
പിന്നെ അപ്പം തന്നെ എല്ലാവരും കൂടെ ടേക്ക് ഓവർ ചെയ്ത് കാര്യങ്ങൾ വെട്ട ഇൻഡസ്ട്രിക്കാർ വന്നു. സ്ഥലം കിട്ടാഞ്ഞിട്ട് മഹാരാജാസിൻ്റെ അവിടെ കൊണ്ടുപോയി അവിടെ വെച്ചു, ലക്കടി കൊണ്ടുപോയി. അങ്ങനെ അതുപോലൊരു നഷ്ടം ജീവിതത്തിൽ സംഭവിക്കാനുള്ളത്. അപ്പോൾ എനിക്ക് ഞങ്ങൾ തമ്മിലൊരിക്കലും ഒരു പിണക്കം പോലും എന്താണ് എനിക്കുണ്ടായിട്ടില്ല, ലോഹിക്കും ഉണ്ടായിട്ടില്ല. എനിക്കറിയാം ലോഹി ചില ആൾക്കാരുടെ ചില തന്ത്രങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്. അല്ലാതെ ലോഹി എന്നോട് ദേഷ്യമൊന്നും ഒരിക്കലും ലോഹിക്കുണ്ടായിട്ടില്ല. ദേഷ്യം പറയേണ്ട കാര്യമില്ല. ലോഹി ഇങ്ങനെ ചില പ്രലോഭനങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടാവാം. അത് ലോഹിയുടെ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായതായിരിക്കും. എനിക്കൊരിക്കലും ലോഹിയെ കുറ്റപ്പെടുത്തുന്ന ഒരു ചിന്ത പോലെ എൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല. ആൾക്കാർ പറയുന്നില്ല ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടില്ല, വഴക്കുണ്ടാക്കിയിട്ടില്ല, ശത്രുക്കളായിരുന്നിട്ടില്ല, ഒന്നുമില്ല. 30-ാം തീയതി ഞാൻ അവിടെ ചെല്ലാൻ പറ്റിയിരുന്നെങ്കിൽ ലോഹി എനിക്കായിട്ടൊരു കഥ എഴുതി വച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അന്ന് അത്രമാത്രം ഉറപ്പിലാണ് ലോഹി എന്നെ ഞങ്ങൾ തമ്മിൽ പിരിയുന്നത്. അപ്പോൾ ഈ യാത്രയിലൊക്കെ, തിരുവനന്തപുരത്ത് നിന്നുള്ള യാത്രയിലൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചോദ്യങ്ങൾ, ഏത് കഥയാണ് ലോഹി എന്നോട് ഇനി പറയാമാണ്. ഒരിക്കലും ലോഹി ഇനി ഒരു ഒപ്പിച്ചുകൂട്ടി കഥ എൻ്റെ അടുത്ത് പറയില്ല. ലോഹിയുടെ ഏറ്റവും നല്ലൊരു കഥ എനിക്കായിട്ട് ലോഹി കരുതി വെക്കും എന്ന് വിചാരിച്ചുള്ള ഉറപ്പിലാണ് ഞാൻ തിരുവനന്തപുരത്ത് യാത്ര പുറപ്പെട്ടു വന്നത്. അതിനിടയ്ക്കാണ് ഈ ഒരു ദുരന്ത വാർത്ത കേൾക്കുന്നത്. അപ്പം 30-ാം തീയതി ലോഹി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ലോഹി പറയാൻ ബാക്കി വെച്ച ആ കഥ ഏതാണെന്നുള്ളതാണ് എൻ്റെ ഉള്ളിൽ എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ കഥ ഇല്ലാതായി തീർന്നില്ല. ലോഹിയോടുകൂടി ആ കഥ അസ്തമിച്ചു പോയില്ലേ? അതെന്തായിരിക്കും ആ കഥ? മലയാളത്തിലുണ്ടാകുന്ന ഏറ്റവും മികച്ച ലോഹി സിബി കൂട്ടുകെട്ടിലൊരു സിനിമയായിരുന്നിരിക്കുന്നത്. അത് സംഭവിക്കാതെ പോയി. ചിന്തകളിലത് വരുന്നു. എപ്പോഴും ഞാൻ ചിന്തിക്കും അതെന്തായിരുന്നു ആ കഥ. ഞാൻ ഒറ്റയ്ക്കൊക്കെ കിടക്കുമ്പോൾ ആലോചിക്കും അതെന്തായിരിക്കും ആ കഥ. എൻ്റെ അടുത്ത് പറയാൻ പറ്റാതെ പോയ എന്തെങ്കിലും വെറുതെ ഒരു തട്ടിക്കൂട്ട് കഥ എൻ്റെ അടുത്ത് പിന്നെ പറയത്തില്ലെന്ന് എനിക്കറിയാം. ആദ്യം ലാലിൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ ഉണ്ടായത് ലോഹിക്ക് അങ്ങനെ അത്തരം സെറ്റ് ബാക്കുകൾ ലോഹിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാനും ലാലും ആ കഥയിൽ തൃപ്തനായില്ല എന്ന് ലോഹിക്ക് മനസ്സിലാകുകയും. പക്ഷേ ഞങ്ങളാരും ഒന്നും പറഞ്ഞില്ല. ശരി നമുക്ക് വർക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഒന്ന് പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. പക്ഷെ ലോഹിക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ലോഹി ഒരിക്കലും ഇനി അങ്ങനത്തെ ഒരു പരീക്ഷണത്തിനോ ഒരു തയ്യാറാകത്തില്ല. ഏറ്റവും ബെസ്റ്റ് ഞങ്ങൾക്കായിട്ട് കരുതി വെക്കുമായിരുന്നു. അതെന്താണ് എന്നുള്ള ചോദ്യം ജീവൻ മരിക്കുന്നിടത്തോളം എന്നെ അലട്ടിക്കൊണ്ടിരിക്കും. ഞാനൊരു പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ നിഷ്കളങ്കരായ 2 മനുഷ്യരുടെ സൗഹൃദവും കൊണ്ടാണ് പോകുന്നത്. നിങ്ങൾ എല്ലാ കാലവും ഒരുമിക്കാൻ വേണ്ടി മാത്രം ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആളുകളായിരിക്കും. പക്ഷേ അദ്ദേഹം ഏറ്റവും അധികം ഈ ആളുകളെ വൈകാരികമായി ടച്ച് ചെയ്ത ഒരാളല്ലേ. അങ്ങനെയും കൂടി ചെയ്തിട്ടല്ലേ അദ്ദേഹത്തിന് ഒരു പക്ഷേ സാറിനെയും വിട്ടു പോകാൻ പറ്റുള്ളൂ. അതായിരിക്കും. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി. കിരീടം വീണ്ടും ആളുകളെ സ്പർശിക്കട്ടെ. നമസ്കാരം.